ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ 2029 BJP സംബന്ധിച്ചിടത്തോളം 2029, 30, 31 ഇനി ഒരുമിച്ചാണ് ഇലക്ഷനെങ്കിൽ 2029 2 ഇലക്ഷനും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ എന്താണ് പാർട്ടിയുടെ സ്ട്രാറ്റജി, എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ? അല്ല, പാർട്ടിയുടെ സ്ട്രാറ്റജി ഒന്നും നമ്മളെപ്പോലുള്ളൊരു ഇവരിന്ന് തീരുമാനിക്കുന്നതല്ല. പക്ഷെ പിന്നെ അതൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് എല്ലാ സ്ട്രാറ്റജിയും നമ്മൾ നേരത്തെ ആലോചിച്ചിട്ടുള്ളൊരു സ്ട്രാറ്റജി അല്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സ്ട്രാറ്റജി വേറെയാണ്. അതിന് ദേശീയ നേതൃത്വത്തിൻ്റെയൊക്കെ വലിയ ഉപദേശം ഉണ്ടാവും. ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുന്നണി സംവിധാനം ഇതുപോലെ തുടർന്ന് പോകില്ല. കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. കേരളത്തിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്ന കാലഘട്ടത്തിൽ ആകെ ഞങ്ങളാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ മനസ്സിൻ്റെ വാതിൽ കുറച്ചുകൂടെ ഞങ്ങൾ വിശാലമാക്കിയിടും. ആർക്ക് വേണേലും കയറി വരാം എന്ന രീതിയിൽ ഞങ്ങൾ കുറച്ചുകൂടെ വിശാലമാക്കും. കേരളത്തിലെ മുന്നണി സംവിധാനം തകരും. ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും പറ്റിച്ചും അല്ലെങ്കിൽ കള്ളം പറഞ്ഞും ഒന്നും BJP അകറ്റി നിർത്താൻ പറ്റില്ല. ആ കാലം കഴിഞ്ഞു. കാരണം നമ്മളിപ്പോഴും ഇത് പറയുന്ന എന്താണെന്നറിയോ, ഈ ഒരു 50-60 വയസ്സായിട്ടുള്ള ആളുകളുടെ ചെറുപ്പകാലഘട്ടം തൊട്ടുള്ളൊരു അവരൊരു കാഴ്ചപ്പാടുണ്ട്. അതല്ല കഴിഞ്ഞ 10 വർഷം മുമ്പ് 8 വയസ്സുണ്ടായിരുന്ന ആളെ ഈ പ്രാവശ്യം ആ 8 വയസ്സുള്ളപ്പോൾ അതിനൊക്കെ ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ 18 വയസ്സാകുന്നവരെ പിണറായി വിജയനാണ്. അവർക്ക് ആ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയാണ് കേന്ദ്രത്തിൽ, ഇവിടെ പിണറായി വിജയനുമാണ്. ഈ 18 വയസ്സാകുന്നവരെ പുതിയതായിട്ട് വരുന്ന കുട്ടികളുടെ ചിന്താഗതി നമ്മൾ ഈ 60, 70, 50 ഏജുകാരുടേതല്ല. നമ്മൾ വന്ന് പരിചയപ്പെട്ടതല്ലേ മൊബൈലൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ AI എന്നൊക്കെ പറയുമ്പോൾ അവർ AIയിലേക്കാണ് വന്ന് വീണത്. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഗ്രാഹ്യമുണ്ട്. നമ്മളെക്കാട്ടിലും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യാനും അറിയാം. അതിൻ്റെ തിരിച്ചറിവ് അവർക്കുണ്ട്. പണ്ട് നമ്മുടെ വിജയശതമാനം പറയുമല്ലോ, സ്കൂളുകളിലൊക്കെ വിജയശതമാനം പറയുമ്പോൾ അതിൻ്റെ രീതിയിലല്ല ഇപ്പോഴത്തെ വിജയശതമാനം. പിള്ളേരോട് പഴയ പോലെ തല്ലിക്കൊട്ടി ഇരുത്തി പഠിക്കടാന്നൊന്നും പറയേണ്ട കാര്യമില്ലാത്ത സമയമാണ്. ഒരു പുസ്തകത്തിൽ അവർ പഠിക്കും. വളരെ ചെറിയ മൈന്യൂട്ട് പിള്ളേർ മാത്രമാണ് എപ്പോഴും അല്ലാത്ത രീതിയിലൊക്കെ ഇത് ചെയ്യുന്നത്. ബാക്കി പിള്ളേർക്ക് ഇത് പഠിക്കണമെന്നും ഇത് എവിടെയെങ്കിലും എത്തണമെന്നും ഒക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഗൾഫിൽ പോടാന്ന് പറയുമ്പോൾ ഞാൻ പോയില്ല എന്ന് പറഞ്ഞാൽ എത്ര പിള്ളേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഗൾഫിലേക്കൊന്നും ഞാനില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെയുള്ള പരിപാടിയൊക്കെ ഉള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നും പിള്ളേർ അങ്ങോട്ട് പറയും ഞാൻ ജർമ്മനിക്ക് പോവാം, ഞാൻ ന്യൂസിലൻഡിൽ പോവാം. അപ്പോൾ ഇവരെല്ലാ കാലത്തും അവിടെ തന്നെയായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയൊന്നും വേണ്ട. അവർ തിരിച്ചൊക്കെ വരും കുറേ പേരൊക്കെ. അവിടുത്തെ സാഹചര്യങ്ങളും മോശമായി വരുവാണ്. അപ്പോൾ ആ എക്സ്പോഷർ വേറെയാണ്. അപ്പോൾ അത് വെച്ച് ഈ പഴയ കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാർ അളക്കുന്ന അളവുകോൽ വെച്ച് അളക്കാൻ നിൽക്കണ്ട. ചേഞ്ച് ഉണ്ടാവും, വലിയ ചേഞ്ച് ഉണ്ടാവും. പുതിയ തലമുറ വരുന്തോറും അവർ നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന എല്ലാ കാര്യവും അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇവിടുത്തെ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ പ്രാക്ടീസുകാർ വിശ്വസിക്കേണ്ട. അവർ ഇന്ന് പിണറായി വിജയനെ ട്രോൾ ചെയ്യുക, നാളെ നല്ലത് ചെയ്താൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് അവർ ഫേസ്ബുക്കിലിടും. അവർക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കലുണ്ടല്ലോ, ഇത് മാറിക്കൊണ്ടിരിക്കുക. പിള്ളേർ ഇവിടുന്ന് ഡൽഹിക്ക് പോവുക, ഗുജറാത്തിൽ പോവുക, UP പോവുക, അല്ലെങ്കിൽ രാജസ്ഥാനിൽ പോവുക, മധ്യപ്രദേശിൽ പോവുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചില ഇൻസിഡൻസ് ആണല്ലോ ഇവിടെ വരുന്നുള്ളൂ. പത്രക്കാർ വളരെ കറക്റ്റായിട്ടാണല്ലോ കൊടുക്കുന്നത്. ഇവിടെ എന്ത് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല. മാർക്കറ്റ് നോക്കിയാണ് ബിസിനസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇസ്രായേൽ മറ്റേ പാലസ്തീൻ ഹമാസുകാരുമായിട്ടുള്ള യുദ്ധം തുടങ്ങുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ 2 വാർത്ത ഉണ്ടായിരുന്നു ആദ്യം കുറച്ചു കാലം. പിന്നെ അവിടുന്ന് കുറേ പേര് എനിക്ക് മനസ്സിലാക്കുന്നത് ഫോൺ ചെയ്തു എന്നുള്ളതാണ് ഞാൻ കേട്ടറിഞ്ഞത്.
പത്രത്തിൻ്റെ ഒരു സൈഡിൽ ഒരു സാധനമില്ല, ഇസ്രായേലിനെ കുറിച്ച് അധികം സാധനമില്ല, ഹമാസിൻ്റെ വേദനയെക്കുറിച്ച് തന്നെ സാധനം പറയുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് മറ്റേ പെൺകുട്ടി തിരുത്തണ്ടി വന്നു ആദരാഞ്ജലിയിൽ എഴുതിയിട്ടുണ്ടായാലും വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ സാഹചര്യം അനുസരിച്ചാണ് പത്രക്കാർ ചെയ്യുന്നത്. ഇപ്പോഴും അവിടുത്തെ ഏറ്റവും എന്തെങ്കിലും ഒരു ചെറിയ വാർത്തയുണ്ടെങ്കിൽ, ഇഷ്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ മാർക്കറ്റിൽ അത് ഓടും എന്ന് കണ്ടിട്ടാണ്. പക്ഷെ പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല. പിള്ളേർ ഈ പത്രം വായിക്കൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പഴയ പോലെ ഇല്ല. അവർ ഇതുപോലെ ഇതിൻ്റെ കൗണ്ടർ വരുന്നത് എവിടെയെങ്കിലും ഉണ്ടോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വാർത്തകൾ വരുമല്ലോ. ഒരു വാർത്ത വന്നാൽ അതിനെ റിലേറ്റ് ചെയ്ത മറ്റൊരു വാർത്ത വരും, അവരതും ക്ലിക്ക് ചെയ്യും. അവർക്ക് അതിൽ പടിയൊന്നുമില്ല. അവരുടെ ഹെഡിങ് ആയിരിക്കും വായിക്കുള്ളൂ. ഇനി കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ താഴത്തേക്ക് വായിക്കും. ഇവരിത് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ചില കക്ഷികൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോകുന്നതും രാഷ്ട്രീയത്തിൽ അവർ നിരന്തരമായി പരാജയപ്പെടുന്നതും.